നമസ്കാരം പ്രിയപ്പെട്ടവരെ, ഏവർക്കും വിഷു ആശംസകൾ. 2026 വിഷുവുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ സംശയങ്ങൾ പലരും ചോദിച്ചിട്ടുണ്ട്. പ്രധാനമായും കണിയൊരുക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ചോദിച്ചിട്ടുള്ളത്. കഴിഞ്ഞ പല വർഷങ്ങളായിട്ട് കണിയൊരുക്കുന്നതുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ വീഡിയോകൾ ഹിന്ദു വിഷൻ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൽ ചോദിച്ചിട്ടുള്ള ചില കാര്യങ്ങളും അല്ലാതെ ചില കാര്യങ്ങളുമാണ് ഇപ്പോൾ ഭക്തജനങ്ങൾ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ അതിനുള്ള മറുപടിയാണ് ഈ വീഡിയോയിലൂടെ പറയുന്നത്. വീട്ടിൽ വിഷുക്കണി ഒരുക്കുന്ന ഏതൊരു വ്യക്തിക്കും വളരെ പ്രയോജനപ്രദമാകുന്ന അറിവുകളായിരിക്കും ഈ പറയുന്നത്. ചിലപ്പോൾ നിങ്ങൾക്കുണ്ടായിരുന്ന ഒരു കൺഫ്യൂഷൻ മാറിക്കിട്ടാൻ ഇത് കാരണമാകും. അതുകൊണ്ട് തന്നെ വിശ്വാസികളായിട്ടുള്ള എല്ലാവരും ഈ വീഡിയോ കാണാൻ ശ്രമിക്കണം. നിങ്ങളുടെ പ്രിയപ്പെട്ട ആർക്കെങ്കിലും ഇത് ഷെയർ ചെയ്ത് കൊടുക്കാൻ പറ്റുമെങ്കിൽ അത്രയും ഗുണപ്രദമായിരിക്കും. നമസ്കാരം, ഞാൻ RJ ഹരിചന്ദ്രൻ മഠം. ഹൈന്ദവ ആചാര സംബന്ധമായ ജ്യോതിഷ മോട്ടിവേഷൻ സംബന്ധമായ ഒട്ടേറെ കാര്യങ്ങൾ പറഞ്ഞിരുന്ന ഒരു വാട്സപ്പ് ചാനൽ നമുക്കുണ്ട്. ഇതിന്റെ കീഴെ കമന്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതിലൂടെ ചാനൽ ജോയിൻ ചെയ്താൽ നിങ്ങളുടെ പിറന്നാളിന്, നിങ്ങളുടെ കുടുംബ അംഗങ്ങളുടെ പിറന്നാളിന് സൗജന്യമായിട്ട് പുഷ്പാഞ്ജലി അർച്ചനകൾ നടത്തി കിട്ടുന്നതാണ്. മാത്രമല്ല, ഇതിന്റെ കീഴെ കമന്റ് ബോക്സിൽ നിങ്ങളുടെ പേര്, നിങ്ങളുടെ വയസ്സ്, നിങ്ങളുടെ നക്ഷത്രം ഇവ രേഖപ്പെടുത്തിയാൽ ഇവിടെ നടക്കുന്ന വിശേഷാലായിട്ടുള്ള പൂജാ പ്രാർത്ഥനകളിൽ നിങ്ങളെ ഉൾക്കൊള്ളിക്കാൻ കഴിയുന്നതാണ്. ഒരു മാസത്തേക്കായിരിക്കും ഇപ്രകാരം ചെയ്യുക. കൂടുതലായിട്ട് വേണമെന്നുള്ളവർ ഇനി തൊട്ട് ഇതിൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളുടെ കീഴെയും നിങ്ങളുടെ ഡീറ്റെയിൽസ് കൊടുത്താൽ മതി. അതിനായിട്ട് ഇതുവരെയ്ക്കും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അത് ചെയ്യുക. ഒപ്പം ഈ വീഡിയോ ഒന്ന് ലൈക്ക് കൂടി ചെയ്യുക. എങ്കിൽ മാത്രമായിരിക്കും റെക്കമെൻഡേഷനായിട്ടും നോട്ടിഫിക്കേഷനായിട്ടും നിങ്ങൾക്ക് ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളുടെ ഡീറ്റെയിൽസ് കിട്ടുക. എങ്കിലായിരിക്കുമല്ലോ നിങ്ങൾക്ക് നിങ്ങളുടെ പേര് വിവരങ്ങൾ ഇതിൻ്റെ കീഴെ കൊടുക്കാൻ കഴിയുക. അപ്പോൾ ഇതും പ്രയോജനപ്പെടുത്തുക. അപ്പോൾ വിഷു എന്ന് പറഞ്ഞാൽ മംഗളങ്ങളുടെ ഒരു ദിവസമാണ്. കാർഷിക വിളവെടുപ്പ് ഉത്സവവുമായിട്ട് ബന്ധപ്പെട്ടാണ് കേരളത്തിൽ വിഷു ആഘോഷിക്കുന്നത്. ഇക്കൊല്ലം 2026 ഏപ്രിൽ മാസം 14 രാവിലെ 9:32 മേടവിഷു സംക്രമം നടക്കുക. വിഷുക്കണി കാണുന്നത് ഏപ്രിൽ 15 അഥവാ മേടം 2 പുലർച്ചെ ബ്രഹ്മമുഹൂർത്തം തുടങ്ങുന്ന സമയം തൊട്ട്, അതായത് 4:30 തൊട്ട് പുലർച്ചെ 6 മണി വരെ നമുക്ക് കണി ദർശനത്തിന് ഏറെ ഉത്തമമായിട്ടുള്ള കാലയളവാണ്. അപ്പോൾ വിഷുക്കണി ഒരുക്കുന്നതുമായി ബന്ധപ്പെട്ട സംശയങ്ങളിലേക്ക് നമുക്ക് നോക്കാം. ഒന്നാമത്തെ ചോദ്യം, വീട്ടിൽ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ ആ ഒരു വർഷ കാലയളവ് ആ വീട്ടിലുള്ളവർ കണി കണ്ടുകൂടാ എന്ന് പറയുന്നത് ശരിയാണോ? തികച്ചും തെറ്റായിട്ടുള്ള കാര്യമാണ്. ജനന മരണങ്ങൾ ഒരു ഗൃഹത്തിൽ സംഭവിക്കും. അപ്പോൾ പുലയുള്ള സമയത്ത് നമ്മൾ കണി വയ്ക്കുക, കണി കാണുക തുടങ്ങിയ ചെയ്യാറില്ല. 16 ദിവസമാണ് മാക്സിമം ഒരു മരണവുമായി ബന്ധപ്പെട്ട പുല വരിക. ആ കാലയളവിലാണെങ്കിൽ നമ്മൾ ഇത്തരം കാര്യങ്ങൾ ചെയ്യാറില്ല. അതിനുശേഷം കണി വയ്ക്കുന്നതിനോ കണി കാണുന്നതിനോ യാതൊരു തെറ്റുമില്ല. ആചാരപരമായിട്ടും വിശ്വാസപരമായിട്ടും ഇതിന് യാതൊരു തര വിലക്കുകളുമില്ല. അതുകൊണ്ട് തന്നെ ഒരു വർഷം വരെ കാത്തിരിക്കുക എന്ന് പറയുന്ന ചടങ്ങുകളൊന്നും ഇത്തരം കാര്യങ്ങളിൽ ആവശ്യമില്ലാത്തതാകുന്നു. ഇപ്പൊ കണി കാണുന്നത് സൗഖ്യത്തിന് വേണ്ടിയിട്ടാണ്, നമ്മുടെ അനുഗ്രഹങ്ങൾക്കും ഐശ്വര്യത്തിനും വേണ്ടിയിട്ടാണ്. അത് തീർച്ചയായിട്ടും ചെയ്യേണ്ടതാണ്. അടുത്ത ചോദ്യം, മാസമുറ ഉള്ളവർക്ക് കണി കാണാമോ എന്നുള്ളതാണ്. മാസമുറ എന്ന് പറയുന്നത് സ്ത്രീകളുടെ ജൈവികമായിട്ടുള്ള ഒരു പ്രക്രിയയാണ്. അവരിൽ സംഭവിക്കുന്ന ഒരു തെറ്റല്ല. മാസമുറ ഉള്ളവർക്കും കണി കാണാവുന്നതാണ്. പക്ഷെ ആചാര സംബന്ധമായിട്ടുള്ള വിഷയമാകയാൽ ഇവർ കണി വയ്ക്കാറില്ല. കണി കാണുന്നതിന് കുറച്ച് മാറി നിന്ന് കണി കാണുന്ന ശീലമാണ്. പൂജാമുറിയിലൊന്നും ചെന്ന് കണി കാണാറില്ല. കുറച്ച് മാറി നിന്ന് അവർക്ക് കണി കാണാനുള്ള സന്ദർഭം വീട്ടിലുള്ളവർ ഒരുക്കി കൊടുക്കണം. അത് പവിത്രമാണ്, യാതൊരു തെറ്റുമില്ല. അവർക്കും ഈശ്വരാനുഗ്രഹം വേണ്ടതാണ്. അടുത്ത ചോദ്യം, കണിക്കൊന്നപ്പൂവ് കിട്ടിയില്ലെങ്കിൽ കണി വയ്ക്കാൻ പാടില്ല എന്ന് കേട്ടു, ശരിയാണോ? വിഷുക്കണിയുടെ പ്രധാനപ്പെട്ട ആകർഷണവും അതിലെ സൗന്ദര്യതയും കണിക്കൊന്നപ്പൂവുമായിട്ട് ബന്ധപ്പെട്ടാണ്. കണി വയ്ക്കുമ്പോൾ ഒരു കണിക്കൊന്നപ്പൂവെങ്കിലും ഉണ്ടെങ്കിൽ അതിൻ്റെ ഭംഗിയും ഐശ്വര്യവും ഒന്ന് വേറെ തന്നെയാണ്. പരമാവധി കണിക്കൊന്നപ്പൂവ് സംഘടിപ്പിക്കാൻ ശ്രമിക്കണം. നമ്മുടെ നാട്ടുവഴികളിലും നമ്മൾ ഒന്ന് ശ്രമിച്ചു കഴിഞ്ഞാൽ ഒരു കണിക്കൊന്നപ്പൂവ് നമുക്ക് കേരളത്തിൽ കിട്ടാൻ വലിയ പ്രയാസമൊന്നുമില്ല. അതിന് എല്ലാം കഴിഞ്ഞില്ലെങ്കിൽ നമ്മൾ വീട്ടുവളപ്പിൽ തന്നെ ഒരു കണിക്കൊന്ന മരം നട്ടുപിടിപ്പിച്ചാൽ 3-4 വർഷം കൊണ്ട് നമുക്ക് പൂവ് കിട്ടും. നമ്മളൊന്ന് അന്വേഷിച്ച് 1-2 പൂക്കളെങ്കിലും കണി വയ്ക്കുന്നതിലേക്ക് വേണ്ടി സംഘടിപ്പിച്ച് വയ്ക്കുന്നത് ഗുണകരമാണ്. ഇനി അതൊന്നും കിട്ടാൻ നിർവാഹമില്ലെങ്കിൽ നിങ്ങൾക്കുള്ളത് കൊണ്ട് കണി വയ്ക്കാം എന്നതേ ഉള്ളൂ. കണി വയ്ക്കാതിരിക്കേണ്ട ആവശ്യമില്ല. കണി വയ്ക്കുന്നത് തെറ്റുമല്ല. പക്ഷെ കണിക്കൊന്നപ്പൂവ് ഉണ്ടെങ്കിൽ അതിൽ കിട്ടുന്ന ഐശ്വര്യം വേറൊന്ന് തന്നെയായിരിക്കും. അടുത്ത ചോദ്യം, വിധവകൾക്ക് കണി വയ്ക്കാൻ പാടില്ലേ എന്നുള്ളതാണ്. വിധവകൾക്ക് കണി വയ്ക്കാൻ പറ്റും. കാരണം പണ്ടുള്ള വീടുകളിൽ മുത്തശ്ശിമാർ കണി വയ്ക്കുന്നത് സ്വാഭാവികമാണ്. മിക്കവാറും അവരുടെ ഭർത്താവ് മരണപ്പെട്ടു പോയിട്ട് വർഷങ്ങളായി കാണും. പക്ഷെ മുത്തശ്ശിമാർ തന്നെയായിരിക്കും ആ വീടുകളിൽ കണി വയ്ക്കാറുള്ളത്. വിധവകൾക്ക് ഒരു കാരണവശാലും
കണി വയ്ക്കുന്നതിൽ വിലക്കൊന്നുമില്ല. അങ്ങനെ ആരെങ്കിലും പറയുന്നെങ്കിൽ അത് തെറ്റായിട്ടുള്ള കാര്യമാണ്. വിധവകൾക്ക് കണിയൊരുക്കാം, കണി കാണാം, അതിൽ തെറ്റൊന്നുമില്ല. അടുത്ത കാര്യം, വിഷു കൈനീട്ടം ചില നക്ഷത്രക്കാരിൽ നിന്ന് മേടിച്ചുകൂടാ എന്ന് പറയുന്നത് ശരിയാണോ? ഈ അടുത്ത കാലത്തായിട്ട് കേട്ടു തുടങ്ങിയ ഒരു കാര്യമാണ്. ജ്യോതിഷത്തിന്റെ അതിപ്രസരത്തിൽ നിന്നു വന്ന ഒരു തെറ്റിദ്ധാരണയാണ്. വേദനക്ഷത്രക്കാർ അല്ലെങ്കിൽ ചില നക്ഷത്രങ്ങൾക്ക് ചില ദോഷമുണ്ട്, അതുകൊണ്ട് അവരിൽ നിന്ന് കൈനീട്ടം മേടിച്ചുകൂടാ എന്നൊക്കെ ഈ അടുത്ത കാലത്ത് ആൾക്കാർ പറഞ്ഞുണ്ടാക്കിയൊരു കാര്യമാണ്. കുടുംബത്തിലെ കാരണവർ തങ്ങളുടെ കീഴിലുള്ള ആൾക്കാർക്ക്, കുട്ടികൾക്കും തന്നിൽ പ്രായം കുറഞ്ഞ ആൾക്കാർക്കും പണ്ട് കാലം മുതലേ വിഷു കൈനീട്ടം കൊടുത്തു വന്ന ഒരു വളരെ മഹത്തരമായ ഒരു പാരമ്പര്യമാണ് നമുക്കുള്ളത്. അവിടെ നക്ഷത്രം ചോദിച്ചോ, ഇന്ന നക്ഷത്രക്കാരിൽ നിന്ന് സ്വീകരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞോ ഒരു ഐത്തം അവിടെ ഉണ്ടായിരുന്നില്ല. പണ്ടുകാലത്ത് ഇല്ലാതിരുന്ന ഒരു ഐത്തം ഇന്ന് സൃഷ്ടിക്കുന്നതും തെറ്റായിട്ടുള്ള കാര്യമാണ്. ഒരു കാരണവശാലും അങ്ങനെയുള്ള നിയമങ്ങൾ ഇവിടെയില്ല. അവിടെ വിഷു കൈനീട്ടം ആരിൽ നിന്ന് കിട്ടുന്നു അവരെ ഒരു ആചാര്യതുല്യമായിട്ട് മാനിച്ച് അവരുടെ കയ്യിൽ നിന്ന് കിട്ടിയ ലക്ഷ്മിയാണെന്ന് കരുതി നമ്മൾ സ്വീകരിക്കുമ്പോഴാണ് നമുക്ക് മേന്മയുണ്ടാകുന്നത്. അല്ലാതെ കൈനീട്ടം തരുന്ന ആളിൻ്റെ നക്ഷത്രവും ചെരിഞ്ഞ് അവർക്ക് വേദം ഉണ്ടാകുന്നു നോക്കി നിൽക്കുന്നത് ഒട്ടും ഭൂഷണമായിട്ടുള്ള കാര്യമല്ല. അങ്ങനെയുള്ളവർക്ക് വലിയ ഗുണമൊന്നും വേറെ ആരിൽ നിന്ന് കൈനീട്ടാൻ കിട്ടിയാലും ലഭിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. അങ്ങനെ ഞാൻ കണ്ടിട്ടുമില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരാൾ ഐശ്വര്യത്തോടു കൂടി ഒരു കൈനീട്ടം നൽകുകയാണെങ്കിൽ അത് മേടിക്കുക എന്നുള്ളതാണ് പ്രധാനം. അവരെ നിന്ദിക്കാതിരിക്കുക. അടുത്തൊരു ചോദ്യം വന്നിട്ടുള്ളത്, അയൽ വീട്ടുകാർ നമ്മുടെ കണി കണ്ടാൽ നമ്മുടെ വീട്ടിലെ ഐശ്വര്യം കെട്ടുപോകുമോ? ഇത് മുൻ വർഷങ്ങളിലും ഒരു സ്ത്രീ ചോദിച്ചിട്ടുണ്ട്. അതേ വ്യക്തി തന്നെയാണോ ഇത് ചോദിക്കുന്നതെന്ന് അറിയില്ല. എന്ന് മറുപടി കൊടുത്തതാണ്. അയൽവാസികളോ അല്ലെങ്കിൽ അയൽ വീട്ടുകാരോ നമ്മുടെ കണി കണ്ടു എന്ന് കരുതി നമ്മുടെ കണിയുടെ പുണ്യമൊന്നും കെട്ടുപോവുകയില്ല. അതായത് സ്വന്തം വീട്ടിലുള്ളവരെ കണി കണ്ടു കഴിഞ്ഞാൽ ഉടനെ തന്നെ വിളക്ക് കെടുത്തി വെച്ച് കണി മാറ്റിക്കളയുന്ന സമ്പ്രദായം മുൻപറഞ്ഞ സ്ത്രീ അവലംബിച്ച് പോരുന്നുണ്ടായിരുന്നു. തൻ്റെ കണി മറ്റൊരാൾ കണ്ടിട്ട് അതിൻ്റെ പുണ്യം കിട്ടണ്ട എന്നുള്ളതാണ് അവരുടെ ഭാവം. ശരിക്കും പറഞ്ഞാൽ വളരെ ദുഷിച്ചൊരു മനസ്ഥിതിയായിട്ടാണ് എനിക്ക് അന്നും അത് അനുഭവപ്പെട്ടിട്ടുള്ളത്. കണി എന്ന് പറഞ്ഞാൽ ഐശ്വര്യത്തിൻ്റെ ഒരു വിളനിലാണ്. അതിപ്പം അയൽ വീട്ടിലുള്ള ഒരാൾ വന്ന് കണ്ട് അയാൾക്കും പുണ്യം കിട്ടിയാൽ അത് നല്ലതാണ്. നമ്മുടെ പുണ്യം എടുത്തുകൊണ്ട് അവർ പോകുന്നൊന്നുമില്ല. അപ്പോൾ അതൊക്കെ നമ്മൾ അങ്ങനെ ചിന്തിക്കുന്നത് തന്നെ നമ്മുടെ ദുഷിച്ച മനസ്സിൻ്റെ പ്രതിഫലനമാണ്. നമ്മൾ അങ്ങനത്തെ ഒരു ദുഷ്ടലാക്കോടുകൂടി കണി കണ്ടാൽ നമുക്ക് പ്രത്യേകിച്ച് ഗുണമൊന്നും കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതിൽ നിന്ന് 3 പേർക്ക് ഗുണം കൂടുതൽ കിട്ടുമെങ്കിൽ അത്രയും നല്ലത്. ഭഗവാനെ കൃഷ്ണ എന്ന് വിളിച്ചുകൊണ്ട് ഒരാൾ കണിയൊരുക്കുകയാണെങ്കിൽ അത് മഹത്തരമായി മാറുകയും ചെയ്യും. കാര്യം പണ്ട് കാലത്ത് ഞങ്ങളൊക്കെ കൈനീട്ടം മേടിച്ചു കഴിഞ്ഞാൽ തൊട്ടടുത്തുള്ള ബന്ധു വീടുകളിലൊക്കെ രാവിലെ ചെല്ലും. അവരെല്ലാം സ്വീകരിച്ചിരുത്തി നമുക്ക് കൈനീട്ടം തരും, അവിടെ കൊണ്ടുപോയി തൊഴിയിക്കും, മധുരം തരും. അങ്ങനെയുള്ളൊരു കാലഘട്ടത്തിൽ നിന്ന് കടന്നു വന്ന നമുക്കൊന്നും ഇത്തരം കാര്യങ്ങൾ ആൾക്കാർ കുബുദ്ധിയോടുകൂടി ചോദിക്കുമ്പോൾ സങ്കടമാണ് വരികാറുള്ളത്. അപ്പോൾ ഇങ്ങനെയുള്ള വൃത്തികൾ ആരെങ്കിലും അനുഷ്ഠിക്കുകയാണെങ്കിൽ ഒരിക്കലും പാടില്ല. നമ്മുടെ കണി മറ്റൊരാൾ കണ്ടെന്ന് പറഞ്ഞാൽ നമുക്കൊരു ദോഷവും ഇല്ല എന്നുള്ളത് മനസ്സിലാക്കണം. അടുത്ത ചോദ്യം എന്ന് പറഞ്ഞാൽ, കണി പുലർച്ചെ ഒരുക്കുന്നത് കൊണ്ട് ദോഷമുണ്ടോ എന്നുള്ളതാണ്. കണി സാധാരണ നമ്മൾ വൈകുന്നേര സമയത്താണ് ഒരുക്കി വയ്ക്കാറുള്ളത്. എന്നാൽ എല്ലാവർക്കും അതിനുള്ള അവസരം കിട്ടില്ല എന്ന് വന്നേക്കാം. അങ്ങനെ ഉണ്ടെങ്കിൽ രാവിലെ കണി ഒരുക്കി വിളക്ക് തെളിയിച്ച് തൊഴുത ശേഷം മറ്റുള്ളവരെ വിളിച്ചുണർത്തി കണി കാണിക്കാം. അതൊരു സാധാരണ രീതിയാണെന്ന് വേണമെങ്കിൽ കരുതാം. പക്ഷേ തലേദിവസം വൈകുന്നേരം കണിയൊരുക്കി വെച്ച് വിളക്ക് തെളിയിച്ച് വെച്ച് പിറ്റേ ദിവസം കണി കാണുന്നതാണ് ഏറെ ഉത്തമം എന്നുള്ളത് കൂട്ടിച്ചേർക്കുന്നു. അടുത്ത ചോദ്യം, കണി വയ്ക്കാൻ വ്രതം വേണോ എന്നുള്ളതാണ്. അക്ഷരാർത്ഥത്തിലുള്ളൊരു വ്രതം എന്നുള്ള രീതിയിലേക്ക് പോകേണ്ടതില്ല. മത്സ്യമാംസാദികൾ ഒഴിവാക്കിയിട്ട് നമ്മൾ ആ ഒരു ശുചിത്വം എന്നുള്ള രീതിയിൽ പാലിച്ചു കഴിഞ്ഞാൽ കണി വയ്ക്കുന്നതിന് ഏറെ ഉത്തമമാണ്. ആ പുണ്യം കൂടുതലായിട്ട് നമുക്ക് ലഭിക്കാൻ കാരണമാകും. ഇനിയിപ്പോൾ മത്സ്യമാംസാദികൾ കഴിക്കുന്ന ഒരാളാണെങ്കിൽ കുറഞ്ഞ പക്ഷം കണിയൊരുക്കുന്നതിന് ഒരു 3 മണിക്കൂർ മുമ്പെങ്കിലും മത്സ്യമാംസാദികൾ കഴിക്കുക. അതിന് ശേഷം കഴിക്കാതിരിക്കുക. കണി വെച്ചതിന് ശേഷവും പിന്നീട് കണി എടുക്കുന്നവരെയുള്ള സമയത്തെങ്കിലും മത്സ്യമാംസാദികൾ ഉപയോഗിക്കാതിരിക്കുക എന്നുള്ളത് പ്രധാനമാണ്. അടുത്ത ചോദ്യം വരുന്നത്, മാസമുറ കഴിഞ്ഞ് എത്ര ദിവസം കഴിഞ്ഞാൽ കണി വയ്ക്കുക എന്നാണ്. സാധാരണ മാസമുറ കഴിഞ്ഞാൽ 7 ദിനം കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഏതുതരം പൂജാകർമ്മങ്ങളിലും ഘട്ടങ്ങളിലും പ്രവേശിക്കാൻ പറ്റും. അതുപോലെ ഇവിടെയും 7 കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കണി വയ്ക്കുന്നതിൽ തരക്കേടില്ല, നമുക്ക് വയ്ക്കാവുന്നതേ ഉള്ളൂ. അടുത്ത ചോദ്യം, കണി എപ്പോൾ മാറ്റാം എന്നുള്ളതാണ്. നമ്മൾ പുലർച്ചെ കണി കണ്ടു കഴിഞ്ഞാൽ അത് കുറച്ചു നേരം, ഒരു ബാലാർക്കൻ കഴിയുന്ന സമയം വരെ, ഏതാണ്ട് ഒരു 9 മണി വരെ നമുക്ക് അത് വച്ചേക്കാം. അതിനുശേഷം കണി മാറ്റുന്നതാണ് ഗുണകരം. വിളക്ക് വേണമെങ്കിൽ നമുക്ക് രാവിലെ തന്നെ കെടുത്താം. കണി കണ്ടു കഴിഞ്ഞ് കുറച്ച് സമയം കഴിഞ്ഞിട്ട് നമുക്ക് വിളക്ക് കെടുത്താം. പക്ഷെ കണി വസ്തുക്കൾ മാറ്റുന്നത് ഒരു 9 മണി വരെയൊക്കെ നമ്മൾ കഴിഞ്ഞിട്ട് മാറ്റുന്നതാണ് നല്ലത്. പിന്നെ ഈ കണി വസ്തുക്കളിൽ പലതും തന്നെ അരിഞ്ഞിട്ട് അത് ഉച്ചയ്ക്കത്തെ സദ്യയാക്കുന്ന പലരും ഉണ്ട്. അപ്പോൾ ആ ഒരു ആചാരം ഉണ്ടെങ്കിൽ കുറച്ചുകൂടി നേരത്തെ എടുക്കുന്നതിലും തെറ്റില്ല. അപ്പോൾ അത് നാട്ടാചാരത്തിൻ്റെ ഭാവത്തിൽ വരുന്ന കാര്യമാണ്. അപ്പോൾ അതങ്ങനെ ചെയ്യാവുന്നതാണ്. അടുത്ത ചോദ്യം, വീട്ടിൽ നിന്ന് കൈനീട്ടം മേടിക്കാതെ
ക്ഷേത്രത്തിൽ പോയി കൈനീട്ടം മേടിക്കുന്നതിൽ തെറ്റുണ്ടോ? ഇതിൽ ആചാരപരമായിട്ട് എന്തെങ്കിലും വിരോധമുണ്ടോ? ചിലർ രാവിലെ ക്ഷേത്രത്തിൽ പോയി കണി കണ്ട് അവിടെ നിന്ന് കൈനീട്ടം വാങ്ങിക്കുന്ന ശീലക്കാരുണ്ട്. അവർക്ക് അങ്ങനെ ചെയ്യാം. പക്ഷേ വീട്ടിലൊരാൾ കൈനീട്ടം തരുമ്പോൾ അത് വേണ്ട എന്ന് പറഞ്ഞ് നിരസിച്ചിട്ട് ക്ഷേത്രത്തിൽ പോയി കൈനീട്ടം മേടിക്കണമെന്ന് പറയുന്നത് ആചാരപരമായിട്ടുള്ള കാര്യമല്ല. അതൊരു തരുന്ന ആളിൻ്റെ ആ മനസ്സിൻ്റെ നിറവിനെ നിങ്ങൾ ഭംഗം വരുത്തുകയാണ്. പക്ഷെ നിങ്ങൾ അങ്ങനെ വരുന്നുണ്ടെങ്കിൽ ഞാൻ നാളെ ക്ഷേത്രത്തിൽ പോയിട്ടാണ് കൈനീട്ടം മേടിക്കാൻ പോകുന്നത് എന്ന് നിങ്ങൾ പറയുക. പിന്നെ ക്ഷേത്രത്തിൽ ചെന്ന് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾ കൈനീട്ടം സ്വീകരിച്ചതിന് ശേഷമാണ് അവിടുത്തെ ഭണ്ഡാരത്തിലോ അവിടുത്തെ തട്ടത്തിലോ നിങ്ങൾ ദക്ഷിണ സമർപ്പിക്കേണ്ടത്. അല്ലാതെ നിങ്ങൾ ആദ്യം അങ്ങോട്ട് ദക്ഷിണ സമർപ്പിച്ചിട്ട് കൈനീട്ടം മേടിക്കുകയല്ല അവിടെ ചെയ്യേണ്ടത്. കൈനീട്ട ദിവസം നിങ്ങളത് കൈപ്പറ്റിയതിന് ശേഷം നിങ്ങൾ അവിടെ കൊടുക്കുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ ആദ്യം നിങ്ങൾ കൊടുക്കുന്ന ആളായി മാറുന്നു, പിന്നീട് നിങ്ങൾ സ്വീകർത്താവ് ആകുന്നുള്ളൂ. അപ്പോൾ അത് ശ്രദ്ധിക്കേണ്ടതാണ്. അടുത്ത ചോദ്യം, വിഷു ദിവസം ഞങ്ങൾ കണിയിലോടൊപ്പം കുറച്ചധികം പൈസയും വയ്ക്കാറുണ്ട്. രൂപകളാണ് വയ്ക്കാറുള്ളത്. ഈ അടുത്ത കാലത്ത് മുത്തശ്ശി പറയുന്നു, കണിയിൽ വച്ച ആ നോട്ടുകൾ എല്ലാം നമ്മൾ എടുക്കാൻ പാടില്ല, പിന്നെ അത് ക്ഷേത്രത്തിലോ മറ്റോ സമർപ്പണം ചെയ്യണം, അല്ല നമ്മുടെ ആവശ്യത്തിന് വേണ്ടി പിന്നെ അത് എടുക്കരുത് എന്ന് പറയുന്നു. ഇത് വാസ്തവമാണോ? നമ്മൾ സാധാരണ കണി വസ്തുക്കളോടൊപ്പം രൂപ വയ്ക്കാറുണ്ട്, കുറച്ച് രൂപകൾ വയ്ക്കാറുണ്ട്. ചിലരായിട്ട് കണി കാണാൻ വേണ്ടിയിട്ട് കുറേയധികം രൂപ വയ്ക്കാറുണ്ട്, അവരുടെ കയ്യിലുള്ളതിൽ നല്ലൊരു തുകയൊക്കെ എടുത്ത് വയ്ക്കാറുണ്ട്. അപ്പോൾ അത് എല്ലാം ക്ഷേത്രത്തിൽ തന്നെ സമർപ്പിക്കണമെന്ന് ചോദിച്ചാൽ അതിൻ്റെയൊന്നും ആവശ്യമില്ല. കാര്യം സ്വർണ്ണാഭരണം നമ്മൾ അവിടെ വയ്ക്കാറുണ്ടല്ലോ. ഈ സ്വർണ്ണാഭരണം എടുത്ത് നമ്മൾ ക്ഷേത്രത്തിൽ കൊടുക്കാറുണ്ടോ? അങ്ങനെയൊന്നുമില്ല. നമ്മളത് ആ കണി കാണാൻ വേണ്ടിയിട്ട് അവിടെ ഉപയോഗിച്ചു എന്നുള്ളൂ. അതിൽ ഒരു സംഖ്യ ഏതെങ്കിലും വേണമെങ്കിൽ നിങ്ങൾക്ക് ക്ഷേത്രത്തിൽ കൊടുക്കാം, അതിൽ തെറ്റില്ല. പക്ഷേ ഇവിടെ കണി വെച്ച് പോയത് കൊണ്ട് ആ തുക മുഴുക്കെ എടുത്ത് ക്ഷേത്രത്തിൽ കൊടുക്കണമെന്നൊക്കെ മുത്തശ്ശി പറയുന്നത്, അല്ലെങ്കിൽ ബന്ധു ആരെങ്കിലും പറയുന്നത്, അത് തെറ്റായിട്ടുള്ള കാര്യമാണ്. അങ്ങനെ നിർബന്ധമോ നിബന്ധനയോ ഇല്ല. അടുത്ത ചോദ്യം ഇങ്ങനെയാണ്, കഴിഞ്ഞ വർഷം ഞാൻ കണിയൊരുക്കി വിളക്ക് തെളിയിച്ച് വെച്ചിട്ട് കിടന്നു. പിറ്റേന്ന് രാവിലെ എഴുന്നേറ്റ് കണി കാണാൻ ചെന്നപ്പോൾ വിളക്ക് കെട്ട രീതിയിലാണ് കണ്ടത്. എനിക്കത് അപശകുനമായിട്ട് തോന്നി. ആ വർഷം മുഴുക്കെ എനിക്ക് ഒരുപാട് പ്രശ്നങ്ങളായിരുന്നു. ഇങ്ങനെ വിളക്ക് കെട്ടുപോയതുകൊണ്ട് എന്തെങ്കിലും ദോഷമുണ്ടോ? നമ്മൾ പരമാവധി ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യമാണ്. നമ്മൾ വിളക്ക് വെച്ചിട്ട് അപ്പോൾ ഒരു 5 തിരിയിട്ട് വിളക്ക് തെളിയിച്ച് രാവിലെ വരെ അങ്ങനെ നിൽക്കണമെങ്കിൽ ഒരുപാട് എണ്ണ ഒഴിച്ചു കൊടുക്കണം. എണ്ണ ഒഴിച്ചു കൊടുക്കാൻ ചെറിയ വിളക്കാണെങ്കിൽ ചിലപ്പോൾ സാധിക്കാതെ പോകും. അപ്പോൾ എന്ത് പറ്റും? അത് എണ്ണ പറ്റിയിട്ട് കെട്ടുപോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് നമ്മളെപ്പോഴും 5 തിരിയിട്ട് വിളക്ക് തെളിയിക്കുകയാണെങ്കിൽ വലിയ കുഴിവുള്ള വിളക്ക് തന്നെ വേണം. മാത്രമല്ല രാത്രി മുഴുക്കെ ഇങ്ങനെ ഇരിക്കുമ്പോൾ ചിലപ്പോൾ അത് അഗ്നി എവിടെയെങ്കിലും പടരാനൊക്കെ ഉള്ള സാധ്യതയുണ്ടെങ്കിൽ, ചില പൂജാമുറികളൊക്കെ കണ്ടു കഴിഞ്ഞാൽ മൊത്തം ചിത്രങ്ങളാണ്, പേപ്പറുകൾ അങ്ങനെ നിരന്നിരിക്കും. അപ്പോൾ ഒരു തുള്ളി എണ്ണയിലോ എന്തെങ്കിലും ഒരു പല്ലിയോ മറ്റെടുത്ത് അടി വിളക്ക് കമിഴ്ന്നു പോയാൽ തീ പിടിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതിനെ നമ്മൾ കാണണം. അതുകൊണ്ട് വളരെ സുരക്ഷിതമായിട്ടുള്ള രീതിയിൽ വിളക്ക് തെളിയിച്ച് വെച്ചിട്ട് കിടന്നുറങ്ങാവൂ എന്നുള്ളത് പ്രധാന കാര്യം. രണ്ടാമത്തെ കാര്യം, ചിലരാട്ടെ ഈ വിളക്ക് രാത്രി കുറച്ച് അതിൻ്റെ എണ്ണയിലേക്ക് വലിച്ചിട്ടേക്കും, ചെറിയൊരു നാളം മാത്രം ഇട്ടേക്കും. അപ്പോൾ എന്ത് പറ്റും? അത് ചെറിയ നാളത്തെ അവിടെ കിടക്കുക, രാവിലെ ആകുമ്പം വന്ന് അതിനെ വികസിപ്പിച്ച് വലിയ നാളമാക്കും, 5 തിരിയും പിന്നീട് തെളിയിക്കും. അങ്ങനെയുള്ള രീതിയുണ്ട്. അത് സ്വാഭാവികമായിട്ട് ചെയ്യുന്ന രീതിയാണ്. പക്ഷെ ചിലപ്പോൾ എന്ത് പറ്റും? ഈ വിളക്ക് കുറച്ച് നമ്മൾ താഴ്ത്തി ഇട്ടേക്കുമ്പോൾ അത് എണ്ണയിലേക്ക് തിരികെ വലിഞ്ഞിറങ്ങിയിട്ട് വിളക്ക് കെട്ടുവാനുള്ള സാധ്യതയുണ്ട്. അത് സ്വാഭാവികമാണ്. അത് നിങ്ങൾ മനസ്സിലാക്കി വയ്ക്കണം. അപ്പോൾ വിളക്കങ്ങനെ തീരെ ആ തിരി താണു പോകാതിരിക്കാനുള്ള എന്തെങ്കിലും ഒരു തട ചെയ്യുന്ന കാര്യം കൂടെ ആ വിളക്കിൽ നിങ്ങൾ വച്ചിരുന്നാൽ നല്ലതായിരിക്കും. പരമാവധി ഉപയോഗിക്കുമ്പോൾ കുറച്ച് വാവട്ടം വലിപ്പമുള്ള എണ്ണ കൊള്ളുന്ന വിളക്ക് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചെറിയൊരു തിരിയെങ്കിലും നമുക്ക് നന്നായിട്ട് ഇട്ട് വെച്ചേക്കാൻ പറ്റും. അത് മനസ്സിലാക്കുക. അല്ലെങ്കിൽ രാത്രി എപ്പോഴെങ്കിലും ഒക്കെ എഴുന്നേറ്റ് എണ്ണ ഒഴിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ എപ്പോഴെങ്കിലും ഒന്ന് ശ്രദ്ധ കൊടുക്കുക, ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ശ്രദ്ധ കൊടുക്കുകയൊക്കെ നന്നായിരിക്കും. പരമാവധി വിളക്ക് വളരെ സേഫായിട്ട് ഉപയോഗിക്കുക. തിരി കുറച്ച് വലിച്ചിടുകയാണെങ്കിൽ അത് ഏറ്റവും സേഫായിട്ട് അങ്ങനെ തിരിയിലേക്ക് താഴേക്ക് വീണു പോകാത്ത തരത്തിൽ നമ്മൾ വയ്ക്കുക. എങ്കിലും രാത്രി സമയത്ത് ചില പറന്നു വരുന്ന ചിത്രശലഭങ്ങൾ പോലെയൊക്കെ വന്ന് ചിലപ്പോൾ അടിച്ച് അത് വിളക്ക് കെട്ടുവാനൊക്കെ സാധ്യതയുണ്ട്. അങ്ങനെ കെട്ടിരുന്നു കഴിഞ്ഞാൽ രാവിലെ വന്ന് കൃഷ്ണനെ മനസ്സിൽ കരുതി സംസ്ഥാപരാധം ക്ഷമസ്വ ക്ഷമസ്വ ജപിച്ച് തിരിമാറ്റി വിളക്ക് തെളിയിച്ച് കണി കാണുകയാണ് പ്രധാനം. അല്ലാതെ അതിൽ മനസ്താപമൊന്നും കൊടുക്കേണ്ട. നമ്മൾ കണി കാണണം. ദുഃഖച്ചെവിയായിട്ട് അവിടെ ഇരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ കണി കാണുക തന്നെ വേണം കേട്ടോ. ഇപ്പം കഴിഞ്ഞതിന് നിങ്ങൾ അങ്ങനെ കണ്ടപ്പോൾ നിങ്ങളുടെ മനസ്സാകെ നഷ്ടമായി. പിന്നീട് എല്ലാ കാര്യങ്ങളും വരുന്ന എല്ലാ വിഷയങ്ങളും ഈ കണി ഇങ്ങനെ കണ്ടതുകൊണ്ടാണ്, അത് ദുശ്ശകനാണെന്ന് നിങ്ങൾക്ക് തോന്നലുമുണ്ടായി. ചിലപ്പോൾ അങ്ങനെ ഒരു കാരണം ഉണ്ടാവാം. നിങ്ങൾക്ക് തുടർച്ചയായിട്ടുള്ള വർഷങ്ങളിലെല്ലാം ഇത് സംഭവിക്കുകയാണെങ്കിൽ കൃത്യമായിട്ട് തന്നെ ഒന്ന് ജ്യോതിഷ പരിശോധന നടത്തി വീട്ടിൽ എന്തെങ്കിലും തരത്തിലുള്ള നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളുണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്യണം. പക്ഷെ ഒരു വട്ടം ഇങ്ങനെയൊക്കെ വരുന്നത് പലപ്പോഴും നമ്മുടെ അശ്രദ്ധ കൊണ്ടാണ് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം. ഇതും പരിഗണിക്കേണ്ട കാര്യമാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ്. ഇനിയും നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ഇതിൻ്റെ കീഴിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം. ഇതിൽ കാണുന്നത് എൻ്റെ വാട്സപ്പ് നമ്പറാണ്. ജ്യോതിഷ സംബന്ധമായതും പൂജാ സംബന്ധമായതുമായ അപ്പോയിൻമെൻറ്റിന് വേണ്ടിയിട്ടാണ് ഇത് നൽകിയിരിക്കുന്നത്.
നേരിട്ട് വിളിച്ചു കഴിഞ്ഞാൽ കിട്ടുകയില്ല. നിങ്ങളുടെ പേര്, നിങ്ങളുടെ സ്ഥലം ഇവ രേഖപ്പെടുത്തി വാട്സപ്പിലൂടെ മെസ്സേജ് ചെയ്യുക. അപ്പോൾ അഡ്മിൻ ഒരു മാർഗ്ഗനിർദ്ദേശം അയച്ചു നൽകുന്നതാണ്. ആ മാർഗ്ഗനിർദ്ദേശം അനുസരിച്ച് അപ്പോയിൻമെൻ്റ് എടുത്തിട്ട് വിളിക്കാവുന്നതാണ്. നമ്മളിപ്പോൾ ഒരു സ്റ്റോർ യൂട്യൂബിൽ ആരംഭിച്ചിട്ടുണ്ട്. ഹൈന്ദവ ധർമ്മം അനുസരിച്ച് ജീവിക്കുന്നവർക്ക് പൂജാ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങളൊക്കെ മേടിക്കണമെന്നുണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു സ്റ്റോറാണിത്. താല്പര്യമുള്ളവർക്ക് അതിൽ പോയിട്ട് അതിൻ്റെ വിലയൊക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അതിൽ നിന്ന് മേടിക്കാവുന്നതാണ്. ഇങ്ങനെ നോക്കിയാൽ മതിയാകും. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിശേഷമായിട്ട് വീണ്ടും കണ്ടുമുട്ടും വരെ എല്ലാവർക്കും നമസ്കാരം. നിങ്ങളുടെ സ്വന്തം RJ ഹരിചന്ദ്ര മഠം. നമസ്തേ.